വെൽക്കം ടു കാന്താരീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട ബജിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട കോഴിമുട്ട നമ്മൾ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നടു കീറിയിട്ട് നമ്മൾ കുരുമുളക് പൊടി വെതറി കൊടുത്തതാണ്. 1 സ്പൂൺ മുളക് പൊടി, 1/4 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ്, 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പൊ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് നമ്മൾ ചെയ്ത് എടുക്കരുത്. അപ്പം നമുക്ക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ പാകത്തിന് നമുക്ക് ബാറ്റർ റെഡിയാക്കാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കായപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ബാറ്ററിലൊരു കോഴിമുട്ട ഇട്ടിട്ട് നമുക്ക് മുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കോഴിമുട്ട എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കോഴിമുട്ടയൊക്കെ നമ്മൾ മാവിൽ മുക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട ബജി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ മുട്ട ബജി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മുട്ട ബജിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എത്തും കേട്ടോ. Thank you.